അനീഷേട്ടനെ എനിക്ക് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്ന സമയം തൊട്ടിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഐ നോ ഹൗ പാഷനേറ്റ് ഹീ ഈസ് അബൌട്ട് മൂവീസ്. ആൻഡ് കഴിഞ്ഞ മൂവിയുടെ റിലീസിൻ്റെ സമയത്ത് അനീഷേട്ടൻ നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻഡ് ഐ ലവ് യുവർ ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഐ നോ ഹൗ മച്ച് യു ലവ് മൂവീസ്. ഓൾ ദി വെരി ബെസ്റ്റ് അനീഷേട്ട. ഐ റിയലി ഹോപ്പ് ദിസ് ഇസ് എ ഹ്യൂജ് സക്സസ്. നല്ല ആർട്ടിസ്റ്റുകൾ ഒത്തുചേരുന്നൊരു മൂവിയാണ്. ഒരുപാട് നല്ലത് വരട്ടെ എല്ലാവർക്കും. വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എന്നിലൊരു സംവിധായകനുണ്ട് എന്ന് കണ്ടെത്തിയ AOPL എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിനോടാണ്. എന്റെ ആദ്യ ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് അവരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മൂന്നാമത്തെ സിനിമയ്ക്ക് വേണ്ടി ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കില്ലായിരുന്നു. അവരോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ കിൻഡോ ജോയ് എന്ന ഈ ചിത്രം ഇതൊരു വലിയ ഉദാത്തമായ സിനിമയല്ല, പ്രത്യേകിച്ചതിലൊന്നുമില്ല, കംപ്ലീറ്റ് കോമഡി മാത്രമാണ്. പിന്നെ ഇതില് ഷാനി ഓൾറെഡി ലൈഫിൽ തന്നെ കംപ്ലീറ്റ് ഹ്യൂമർ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. 2 കിഡ്നി പോയിരുന്നു, അപ്പോഴും കോമഡിയാണ് ആളും പറഞ്ഞത്, അത് പോയത്. അപ്പോ അങ്ങനെ ഞങ്ങളൊരു ടീം വർക്ക്, ഇപ്പൊ ഞാനായാലും ഷൈന, പ്രസിഡന്റ്, അങ്ങനെ എല്ലാവരും ഞങ്ങൾ നേരത്തെ പരിചയമുള്ള സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു സിനിമ. ഇപ്പൊ ഇതിന്റെ നിർമ്മാതാവായ ഷിബു ആദ്യം എന്നോട് പറഞ്ഞ കാര്യം, ഈ ഒരു സിനിമ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സമയമാകുമ്പോ ഞാൻ പറയാം, അപ്പൊ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോ ഷിബു ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ അനീഷ് തന്നെ ക്യാമറ ചെയ്യണമെന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഫോട്ടോഗ്രാഫറാന്ന് അറിഞ്ഞിട്ട് വരെ കഴിഞ്ഞ 2 പടത്തിൽ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടില്ല ക്യാമറ. അത് ഷിബുവാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അനീഷ് ക്യാമറ ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഡിമാൻഡ് ഞാൻ ഭയങ്കര ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. പിന്നെ ഞാനൊരു കുട്ടിയെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സംയുക്ത മേനോൻ. ഞങ്ങളൊരു പുതിയ നായികയെ മലയാള സിനിമയിലേക്ക് തരികയാണ്. ആദ്യം തന്നെ ഇതിലെനിക്ക് അവസരം തന്ന എൻ്റെ ഡയറക്ടർ അനീഷ് ഉപാസന ആൻഡ് പ്രൊഡ്യൂസർ ഷിബു ദിവാകർ, രണ്ടുപേർക്കും എൻ്റെ നന്ദി. ഇത്രയധികം ആൾക്കാരെ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു സിനിമ പ്രവർത്തകൻ എന്ന നിലയിൽ, തിയേറ്ററിലും ആൾ കൂടുമ്പോഴാണ് നമുക്ക് സന്തോഷം. പ്രത്യേകിച്ച് രമ്യയ്ക്കും താങ്ക് യു, ഫംഗ്ഷന് വന്നതിന് എല്ലാവർക്കും താങ്ക് യു. അനീഷിനെ എനിക്ക് പരിചയം ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഷൂട്ട് ചെയ്ത അനീഷാണ്. ഒരു പ്രത്യേക ലുക്ക്, പുതിയൊരു ലുക്ക് കിട്ടി, അതിൽ താങ്ക് യു. ഇനി പടം, അതാണ് ഇനി പ്രതീക്ഷ. ഞാനും ഭഗത്തും ചെയ്യുന്ന 4ാമത്തെ പടം ഒരുമിച്ച്. ഹാങ് ഓവർ, ദൂരം, വിശ്വാസം, അതെല്ലാം കിൻഡോ ജോയ്. അതിൽ ജോയ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഭഗത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ തിരക്ക് തിയേറ്ററിലും കാണണം. താങ്ക് യു സാർ. എൻ്റെ കഷ്ടത്തലയും എല്ലാം ഇത്രയും വൃത്തിക്ക് കാണിച്ചത് ഒത്തിരി നന്ദിട്ടുണ്ട്. എൻ്റെ വീട്ടിലിപ്പോ ചില ഈ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് കഞ്ഞി തന്നെ വേണ്ടെന്ന് കുറച്ചൊന്ന് ആലോചിക്കട്ടെന്ന് പറഞ്ഞു. കാരണം ഒന്നെങ്കിൽ നീ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ് നിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റണം, ഇല്ലെങ്കിൽ ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ബാക്കിലേക്ക് ഇനിയും മുടി നീട്ടാന്നാ പറഞ്ഞേക്കുന്നത്. അല്ലാതെ വരുമ്പോഴത്തേന് അവസാനം എനിക്ക് പച്ചവെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ റിമോട്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം എല്ലാവരെയും എനിക്ക് അറിയാം, പക്ഷെ എന്നെ മാത്രം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ വേറെ ഒന്നല്ല, ആ ടീമിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇതുവരെ സാധിച്ചില്ല. അടുത്ത തവണയെങ്കിലും ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് എന്നെ ഒന്ന് കൂടെ പോകും. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഈ ടീമിന്റെ കൂടെ, ഇത്രയും നല്ലൊരു തകർപ്പൻ ടീമിന്റെ കൂടെ, പ്രത്യേകിച്ച് ഇവരുടെ കൂടെ ഒന്നുകൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു, എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. അനീഷ് ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ എനിക്ക് ഒരു പാട്ട് ഫസ്റ്റ് ഫിലിം ചെയ്തു, പക്ഷെ അതിൽ നടന്നില്ല. 2ാമത്തെ സിനിമയിൽ നടന്നില്ല. 1 തുടങ്ങിയാൽ 3 അപ്പോൾ ഈ ഫിലിമിൽ ഞാൻ പാടിയിരിക്കുന്നത്, എന്തായാലും ഈ സിനിമയിൽ ട്വിൻസിൻ്റെ പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. ചില പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സിനിമ വർക്ക് ചെയ്തപ്പോൾ ഞാൻ വിളിച്ചു, ഒരു വേഷം തന്നെന്ന് പറഞ്ഞു, തന്നില്ല. 2ാമത്തെ സിനിമ ചെയ്തപ്പോഴും വിളിച്ചു, വേഷം തന്നില്ല. 3ാമത്തെ സിനിമ ചെയ്തപ്പോൾ വിളിച്ചില്ല, വേഷവും തന്നില്ല. എന്നാലും അടുത്ത സിനിമയിൽ വേഷം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ക്രൂവിന്, ഷൈന, ഫഹദ് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചിത്രം ഒരു വലിയ ഹിറ്റായി മാറട്ടെ. ഒരുപാട് ചിന്തിച്ച് തലപുണ്ണായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചിരിക്കാം. ചിന്തയില്ല, ചിരി മാത്രം.